ഡിവൈഎഫ്ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച മിസ്സ എന്ന നാടകം കേരളത്തിൽ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. പക്ഷെ അത് ശരിയായ കാരണങ്ങളാലാണോ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന ചോദ്യവുമുണ്ട്. കാരണം അതിലൊരു സദാചാര പ്രശ്നമാണ് പലരും ഉന്നയിക്കുന്നത്. സദാചാരം, ആ നാടകം അടിയന്തരാവസ്ഥയിൽ കൊല ചെയ്യപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അവസാനം അടിയന്തരാവസ്ഥ പിൻവലിക്കുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ട സ്നേഹലത റെഡ്ഡി എന്ന് പറയുന്ന ആ രക്തസാക്ഷിയുടെ ജീവിതമാണ്. അടിയന്തരാവസ്ഥയ്ക്ക് തന്നെ നയിച്ച റെയിൽവേ സമരം അടക്കം അതിൻ്റെ നേതാവായിരുന്ന ജോർജ് ഫെർണാണ്ടസ് എന്ന സോഷ്യലിസ്റ്റ് ലീഡർ, അദ്ദേഹത്തിൻ്റെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ പീഡിപ്പിച്ചത്, ജയിലിൽ കൊണ്ടുപോയി. നമുക്കറിയാം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഒരുപാട് നേതാക്കളെ മെയിൻ്റനൻസ് ഓഫ് ഇന്റേണൽ സെക്യൂരിറ്റി ആക്ട് അഥവാ മിസ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ കേരളത്തിലെ പഴയ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പലരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലാനന്ദനടക്കം പലരും ഒളിവിൽ താമസിച്ചിട്ടുണ്ട്. നായനാരടക്കം ഒളിവിൽ പോയ കഥകൾ നമുക്കറിയാം. അതുപോലെ നിരവധി ദേശീയ തലത്തിൽ തന്നെ മൊറാർജി ദേശായി, ജയപ്രകാശ് നാരായണൻ, ഇങ്ങനെ പലരെയും അത്തരത്തിൽ ജയിലിൽ അടച്ചിട്ടുണ്ട്, ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് ക്രൂരമായ മർദ്ദനം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും അത് ഓർമ്മിപ്പിക്കേണ്ടത് പുതിയ അടിയന്തരാവസ്ഥയുടെ കാലത്ത് വളരെ നിർണായകമാണ്. കാരണം ജനാധിപത്യം ചോദ്യം ചെയ്യപ്പെടും. അപ്പൊ ജോർജ് ഫെർണാണ്ടസിന്റെ അടുത്ത അനുയായി എന്ന അർത്ഥത്തിൽ കേരളത്തിൽ തമ്പാൻ തോമസിനെ പോലുള്ളവരെ വിട്ടതുപോലെ സ്നേഹലത റെഡ്ഡിയെ അറസ്റ്റ് ചെയ്തിടുന്നു. സ്നേഹലത റെഡ്ഡി ജയിലിൽ കിടന്ന് വളരെ ക്ഷീണിതയായി പുറത്തു വന്ന് പിറ്റേ ദിവസം മരിക്കുന്നു. അവർക്ക് വേണ്ടത്ര ചികിത്സ കിട്ടുന്നില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ അത് ചർച്ച ചെയ്യപ്പെടേണ്ട നാടകം തന്നെയാണ്. രാഷ്ട്രീയമായി അത് ശരിയുമാണ്. ഇനി അതിന്റെ രണ്ടാമത്തെ വശം, അതിൽ അവതരിപ്പിച്ച കഥാപാത്രം ബിക്കിനി ഇട്ടിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഹാഫ് ട്രൗസർ ഇട്ടിട്ടാണ് വന്നത് എന്നൊക്കെയാണ് ഇവിടുത്തെ സദാചാരവാദികളുടെ ഏറ്റവും വലിയ വാദം. ഇവര് സിനിമ കാണുന്നില്ലേ? ഇവര് നാടകം കാണുന്നില്ലേ? ഇവര് തെരുവിലേക്ക് നോക്കുന്നില്ലേ? ഇത്രയധികം സീരിയലുകൾ കാണും. ഇവര് സ്വിമ്മിംഗ് പൂൾ പോകുന്ന സ്ത്രീകളെ കണ്ടിട്ടില്ലേ? എന്തുകൊണ്ട് ഷോർട്ട്സ് ഇട്ട സ്ത്രീ ഒരു സെക്ഷൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ബിംബമായി ഇവർ കാണുന്നു? അതിന് കാരണം ഇവരുടെ ഉള്ളിലെ വൾഗാരിറ്റിയാണ്. ഇത് വിമർശിക്കുന്ന ആളുകളുടെ. ഞാനതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന ആളല്ല. കാരണം ഇതൊക്കെ കാണുന്ന ആളുകളാണ് ഇവിടെ കേരളത്തിലുള്ളത്. പണ്ട് ചുംബന സമരം കേരളത്തിൽ നടന്നപ്പോൾ ആദ്യം അതിനെ SFI സപ്പോർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ വിളിച്ച് പറഞ്ഞു, ബെഡ്റൂമിൽ ചെയ്യേണ്ട കാര്യം റോട്ടിലൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞതോടുകൂടി SFI പിൻവാങ്ങി, DYFI. അതുപോലെയല്ല, ഇത് വളരെ കൃത്യമായും ഒരു രാഷ്ട്രീയ സന്ദേശം. ഇനിയിപ്പോൾ ചിലർ വാദിക്കുന്നത് സ്നേഹലത റെഡ്ഡിയെ ഇപ്പോൾ കേരളത്തിൽ സുലോചന പോലെയുള്ള നക്സൽ ബന്ധമുള്ള ആളുകളെ ചെയ്തതുപോലെ നഗ്നയാക്കിയിട്ടൊന്നുമില്ലല്ലോ, ഭൂലൻ ദേവിയെ പോലെ ന്യൂഡാക്കിയിട്ടില്ലല്ലോ. ഭൂലൻ ദേവി സിനിമയിൽ അത് ചെയ്യുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. ഇത് അവതരിപ്പിക്കുന്ന പെൺകുട്ടി, ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ രീതിയിൽ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം അതാണ്. വേറെ വൾഗാരിറ്റി ഒന്നും ആ കുട്ടി കാണിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെതിരായ വിമർശനം രാഷ്ട്രീയമായി DYFIക്ക് എതിരായ വിമർശനമാണ് എന്ന് വ്യാഖ്യാനിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ വിമർശനമൊക്കെ ഉയർത്തുമ്പോൾ ഇതിനെ സംരക്ഷിക്കാൻ ഞാനടക്കം പോസ്റ്റ് ഇട്ട ആളാണ്, ആ നാടകത്തെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ നാട്ടിൽ സാധാരണഗതിക്ക് CPM-കാർ ചെയ്താൽ കോൺഗ്രസ്സുകാർ എതിർക്കും, BJP-കാർ എതിർക്കും, കോൺഗ്രസ്സുകാർ ചെയ്താൽ BJP-കാർ CPM-കാർ എതിർക്കും എന്ന രീതിയിലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രി കൃത്യമായി സാംസ്കാരിക മന്ത്രിയാണ് എന്ന നിലവാരം കാണിച്ചു എന്നുകൂടി ഇതിൽ പറയേണ്ടതുണ്ട്. അദ്ദേഹം വളരെ കൃത്യമായി അത് ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. അവർക്ക് അങ്ങനെ അവരൊരു ഒബ്സീനായിട്ടൊന്നുമല്ല വന്നത്. അവർ കൃത്യമായി ഇപ്പോൾ നഗ്നത വേണമെങ്കിൽ നഗ്നത തന്നെ വേണ്ടി വരും. ന്യൂഡിറ്റി എന്ന് പറയുന്നത് അത് ഈ പറയുന്നത് പോലെ സ്ത്രീയുടെ ശരീരമാകുമ്പോഴേ നമുക്ക് പ്രശ്നമുണ്ട്. പണ്ട് പോലീസിലെ വിനയ പറഞ്ഞ പോലെയുള്ളൊരു കേസുണ്ട്. പോലീസിലെ വലിയ വിപ്ലവകാരിയായിരുന്നു വിനയ. ആണുങ്ങൾ ട്രൗസർ ഇട്ട് പോകുന്നു, പെണ്ണുങ്ങൾക്ക് സാരി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ വിനയ ചോദിച്ചു, ഞങ്ങൾക്ക് ഓടാൻ പറ്റില്ല, എന്തുകൊണ്ട് സ്ത്രീകൾക്ക് ആണുങ്ങളുടെ പോലെ ട്രൗസർ ആക്കിക്കൂടാ? അപ്പോൾ പറഞ്ഞു അത് പ്രശ്നമാണ്, ആണുങ്ങൾക്ക് പ്രശ്നമാണ്. സ്ത്രീകൾ ട്രൗസർ ഇട്ടാൽ ആണുങ്ങൾക്ക് പ്രശ്നമാണെങ്കിൽ ആണുങ്ങൾ ട്രൗസർ ഇട്ടാൽ പെണ്ണുങ്ങൾക്ക് പ്രശ്നമല്ലേ എന്ന് വിനയ ചോദിച്ചൊരു കാര്യമുണ്ട്. ഏതായാലും ഇപ്പം എല്ലാവർക്കും പാൻറ്റായി, അത് നല്ല കാര്യം. നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ഇതിനെ വിമർശിക്കുന്നത് ഒരു ഗുണമില്ല. ഇനി ആളെ കൂട്ടാനാണ് DYFI ചെയ്തത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ഞാനതിനെ വില കുറഞ്ഞ പരാമർശങ്ങളായിട്ടാണ് കാണുന്നത്. കാരണം
അത്തരം സദാചാര പ്രശ്നങ്ങളല്ല ഇവിടെ ഉന്നയിക്കേണ്ടത്. ഇപ്പോഴും സ്ത്രീ ശരീരത്തെ ഫ്യൂഡലായും കമ്മോഡിറ്റിയായും കാണുന്ന ആ ചിന്താഗതിക്കെതിരെ കൃത്യമായി നിലപാടെടുത്ത, രാഷ്ട്രീയം നോക്കാതെ നിലപാടെടുത്ത വിഷ്ണുനാഥ് എന്ന സാംസ്കാരിക മന്ത്രിയെ കൂടി അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കും.